സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FM-ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 നവംബർ 30 കൊല്ലവർഷം 1201 വൃശ്ചികം 14 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആരോഗ്യ കേരളത്തിന്റെ നട്ടെല്ലായി 75ന്റെ തിളക്കത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഓൺലൈൻ ഉള്ളടക്കം കടുപ്പിച്ച് സുപ്രീം കോടതി. ഈ മാലിന്യ നിർമ്മാർജ്ജനം സംസ്ഥാന വ്യാപകമാക്കും. പുതുപ്പിനൊരുങ്ങിയ ആദ്യ സ്വകാര്യ PSLV വിക്ഷേപണം 2 മാസത്തിനകം. പ്ലാസ്റ്റിക് സർജൻ ചാർജ് എടുക്കുന്നു. വാർത്തകൾ വിശദമായി. ആരോഗ്യ കേരളത്തിന്റെ നട്ടെല്ലായി 75ന്റെ തിളക്കത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. സംസ്ഥാനത്തെ ആദ്യ മെഡിക്കൽ കോളേജായ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ഇന്നലെ 75ാം വർഷത്തിലേക്ക് കടന്നു. 1951 സ്ഥാപിതമായ ഈ സ്ഥാപനം ആരോഗ്യ കേരളത്തിന്റെ നട്ടെല്ലായി മാറിക്കഴിഞ്ഞു. പ്ലാറ്റിനം ജൂബിലിയിലെത്തിയ ആരോഗ്യ രംഗത്തെ മാതൃസ്ഥാപനത്തിൽ നിന്നും പഠിച്ച ഡോക്ടർമാർ ലോകത്തുടനീളമുണ്ട്. മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗവും SAT ആശുപത്രി രാജ്യത്തെ 10 ആശുപത്രികളിൽ ഒന്നായ അപൂർവ രോഗങ്ങളുടെ സെന്റർ ഓഫ് എക്സലൻസ് പട്ടികയിലും ഉൾപ്പെട്ടു. മെഡിക്കൽ കോളേജും ഡെന്റൽ കോളേജും ദേശീയ റാങ്കിങ്ങിൽ ഉൾപ്പെട്ടു. 125 ഏക്കറിൽ വ്യാപിച്ചിരിക്കുന്ന മെഡിക്കൽ കോളേജ് സംസ്ഥാനത്തെ വിവിധ ജില്ലകൾക്ക് പുറമെ അതിർത്തിക്കടുത്തുള്ള തമിഴ്നാട്ടിലെ ജില്ലകൾക്കും പ്രധാന ആശ്രയമാണ്. ഓൺലൈൻ ഉള്ളടക്കം കടുപ്പിച്ച് സുപ്രീം കോടതി. ഉള്ളടക്കത്തിൽ ഉള്ളുവേണം. മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങളിൽ സ്വയം നിയന്ത്രണം നിഷ്ഫലമാണെന്ന് അഭിപ്രായപ്പെട്ട കോടതി ഓൺലൈനിൽ വരുന്ന അശ്ലീല ഉള്ളടക്കങ്ങളെയും ദേശീയ വിരുദ്ധ ഉള്ളടക്കങ്ങളെയും നിയന്ത്രിക്കണമെന്നും പറഞ്ഞു. ഉള്ളടക്കങ്ങളുടെ നിയമസാധുത പരിശോധിക്കാൻ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നിരീക്ഷണ സംവിധാനം ആവശ്യമാണ്. സ്വയം നിയന്ത്രണ സംവിധാനങ്ങൾ നന്നായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ലംഘനങ്ങൾ തുടർച്ചയായി ഉണ്ടാവില്ലായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രധാനപ്പെട്ടതാണെങ്കിലും ജീവിക്കാനുള്ള അവകാശമാണ് മുകളിൽ നിൽക്കുക, സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഈ മാലിന്യ നിർമ്മാർജ്ജനം സംസ്ഥാന വ്യാപകമാക്കും. ഹരിത കർമ്മസേന ശേഖരിക്കും. സുരക്ഷാ പരിശീലനം നൽകും. തെരഞ്ഞെടുത്ത നഗരസഭകളിൽ ആരംഭിച്ച ഈ മാലിന്യ ശേഖരണം സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കും. ഹരിത കർമ്മസേനയാണ് വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി ശേഖരിക്കുന്നത്. TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങി ബാറ്ററി, വാട്ടർ ഹീറ്റർ, കൂളർ, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ മാലിന്യങ്ങൾ ശേഖരിക്കും. നിലവിൽ ജാഗ്രത ഇല്ലാതെ മാലിന്യം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത് ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ടാണ് ആധുനിക രീതിയിൽ സുരക്ഷാ മാർഗങ്ങളോടെ സംഭരണം നടത്താൻ പരിശീലിപ്പിക്കുന്നത്. തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്താലുള്ള നിയമ നടപടികളെപ്പറ്റി ബോധവൽക്കരണവും ഉണ്ടാകും. കുതിപ്പിനൊരുങ്ങിയ ആദ്യ സ്വകാര്യ PSLV വിക്ഷേപണം 2 മാസത്തിനകം. സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച PSLV റോക്കറ്റ് ആദ്യ വിക്ഷേപണത്തിന് തയ്യാർ. ISROയുടെ EOS-10 ഭൂനിരീക്ഷണ ഉപഗ്രഹമാണ് 2 മാസത്തിനുള്ളിൽ വിക്ഷേപിക്കുക. ISRO ആണ് ഇതുവരെ റോക്കറ്റുകൾ നിർമ്മിച്ചിരുന്നത്. 2022 ഇൻസ്പേസ് ഏജൻസിയുടെ മധ്യസ്ഥതയിൽ PSLV AXL പതിപ്പിന്റെ സാങ്കേതിക വിദ്യ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറി. സരസ്വതി ആശുപത്രിയിൽ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിദഗ്ധന്റെ സേവനം ഇപ്പോൾ ലഭ്യമാണ്. പ്രൊഫസർ ഡോക്ടർ അൻരാജാർ MBBS MS MCH പ്ലാസ്റ്റിക് സർജറി സീനിയർ കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി കോസ്മെറ്റിക് ആൻഡ് എസ്തെറ്റിക് സർജറി ബേൺ സർജറി ഹാൻഡ് ആൻഡ് മൈക്രോ സർജറി മാക്സിലോ ഫേഷ്യൽ സർജറി സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ പ്രൊസീജിയേഴ്സ് നോൺ സർജിക്കൽ എസ്തെറ്റിക്സ് പ്രൊസീജിയേഴ്സ്. കൺസൾട്ടേഷൻ എല്ലാ വ്യാഴാഴ്ചയും 5 മണി മുതൽ 6 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കാം 9072442098 9495472598. ഒറ്റയ്ക്ക് വന്നാൽ നൂഡിൽസ് വിളമ്പില്ല. ദക്ഷിണ കൊറിയയിലെ യോസോ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന നൂഡിൽസ് റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ ഒറ്റയ്ക്ക് വന്നാൽ ലഭിക്കില്ല. ഞങ്ങൾ ഏകാന്തത വിൽക്കുന്നില്ല എന്ന് വാതിലിന് പുറത്ത് നോട്ടീസ് പതിപ്പിച്ചത് ഉടമ തന്നെയാണ്. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നവർ ഒന്നുകിൽ 2 പേർക്കുള്ള ഭക്ഷണം നൽകുക, അല്ലെങ്കിൽ സുഹൃത്തിനെയോ ഭാര്യയെയോ കൂട്ടി വരണമെന്നും നോട്ടീസിൽ കുറിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് സേവനം നിഷേധിച്ച നടപടി വൻ വിവാദത്തിന് തുടക്കമിട്ടു. കായികം. വനിതാ ക്രിക്കറ്റിന്റെ വളർച്ച പാസ്പോർട്ട് സൈസിൽ നിന്ന് ഫുൾ സൈസിലേക്ക്. മുമ്പ് ഇന്ത്യൻ ജൂനിയർ ടീമിലേക്കും സോണൽ ടീമിലേക്കുമൊക്കെ സെലക്ഷൻ ലഭിക്കുമ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പത്രത്തിൽ വന്നിരുന്നു. അന്നൊക്കെ കേരളത്തിൽ നിന്നുള്ള വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് അത് തന്നെ വലിയൊരു അംഗീകാരമായിരുന്നു. ഇപ്പോഴിതാ പത്രങ്ങളിൽ തങ്ങളുടെ വലിയ ചിത്രങ്ങൾ വരുന്നു. അത്രത്തോളമുണ്ട് കേരളത്തിൽ വനിതാ ക്രിക്കറ്റിന്റെ വളർച്ച. കേരളത്തിൽ നിന്ന് വനിതാ പ്രീമിയർ ലീഗിലെ ആദ്യ കോടിപതിയായ ആശ പറയുന്നു. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയ്കുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമൊത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രമേഹ പാദരോഗത്തിൻ്റെ കെണി എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പ്രമേഹ പാദരോഗം വളരെ താമസിച്ചാണ് രോഗി ചികിത്സ തേടുന്നത്. അതിൻ്റെ കാരണം എന്തെന്നല്ലേ, രോഗിയുടെ കാലിൻ്റെ സ്പർശനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുറിവ് പറ്റിയാലോ മുള്ളുകൊണ്ടാലോ ഒരു കല്ല് കുത്തിക്കയറിയിരുന്നാലോ അറിയുന്നില്ല. പകരം അദ്ദേഹത്തിന് കാലിൽ രോഗാണുബാധ വന്ന് പഴുത്ത് വല്ലാത്ത സ്മെല്ലോടുകൂടി സ്രവം പുറത്തു വരുമ്പോഴോ കാലിൻ്റെ ഗൗരവമായ ഡീപ് പ്ലാന്റാർ ഇൻഫെക്ഷനായി കാല് വീർത്ത് അടിവശം കറുത്ത് വരുമ്പോഴോ ഒക്കെയാണ് രോഗിയുടെ ബന്ധുവോ ഭാര്യയോ ഒക്കെ തിരിച്ചറിഞ്ഞ്
അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഈ കെണി നമ്മുടെ രോഗി മാത്രമല്ല, രോഗിയുടെ അടുത്ത ബന്ധുക്കളും അറിഞ്ഞിരിക്കണം. എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ അച്ഛന് കാലുകളിൽ സെൻസേഷൻ ഇല്ല, അതുകൊണ്ട് അപകടം നടന്നാൽ അദ്ദേഹം അറിയുന്നില്ല എന്നുള്ള ബോധം അവർക്ക് വേണം. എല്ലാ ദിവസവും രോഗി മാത്രമല്ല, അടുത്ത ബന്ധുവും രോഗിയുടെ കാലിൻ്റെ ഉൾവശവും മുകൾ വശവും വിരലും ഒക്കെ പരിശോധിക്കുന്നത് ഒരു ശീലമാക്കുക. ഓർക്കുക, പ്രമേഹ പാദരോഗത്തിൻ്റെ കോംപ്ലിക്കേഷനുകളായ ഫുട്ട് അറ്റാക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് കാലിനെ പൂർണ്ണമായും രക്ഷിക്കാൻ കഴിയും. അതിനെ ഇംഗ്ലീഷിൽ ടൈം ഈസ് ടിഷ്യൂ, സമയം ആണ് കാലിൻ്റെ ദശ അല്ലെങ്കിൽ മാംസള ഭാഗങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് നിർണ്ണയിക്കുന്നത്. ഓർക്കുക, പ്രമേഹ പാദരോഗം തടയാൻ കഴിയും. പ്രമേഹ പാദരോഗമുള്ളവർക്ക് പ്രമേഹ പാദരോഗത്തിന്റെ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ശക്തമായ പ്രമേഹ നിയന്ത്രണം, കൃത്യമായ പാദപരിചരണം, പാദത്തിന്റെ സുരക്ഷ എന്നിവ കൊണ്ട് പ്രമേഹ പാദരോഗികളുടെ കാലുകളെയും പാദങ്ങളെയും നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം. സർജൻ ഡോക്ടർ SK അജയ്കുമാർ രാവിലെ 9 മുതൽ 12 വരെ, ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ 10 മുതൽ 12:30 വരെ, വൈകിട്ട് 4 മുതൽ 6 വരെ. ഫാമിലി മെഡിസിൻ ഡോക്ടർ ശിവകുമാർ രാവിലെ 9 മുതൽ 1 വരെ. ഓർത്തോ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 4:30 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിലും വിളിക്കാം 9495472598 9072442098. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം, ഒരു മനുഷ്യന്റെ പാദത്തിൽ എത്ര ചെറിയ എല്ലുകൾ ഉണ്ട്? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.